അധികാരം ഇസ്ലാമിനാണെന്ന് വെക്കുക. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നു, ആരുടെ അധികാരം? ആരായിരിക്കും ഖലീഫ? ഏതായിരിക്കും ഷൂറ എന്ന് പറഞ്ഞ പാർലമെന്റ്? ലോക മുസ്ലിങ്ങൾക്കിടയിൽ പ്രധാനമായി രണ്ട് വിഭാഗം, ഷിയാക്കൾ, സുന്നികൾ. അവർക്കിടയിൽ മദ്ഹബ് ഏറെയാണ്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. സുന്നികൾക്കിടയിൽ 4, ഷാഫിക്കിടയിൽ വേറുണ്ട്. ഇവർ പരസ്പരം കണ്ടാമുണ്ടില്ല. പലരും സലാം ചൊല്ലിയ മടക്കില്ല. ചിലരെങ്കിലും പരസ്പരം വൈരുദ്ധ്യങ്ങളുടെ ഹിമവത്സൃംഗങ്ങൾക്ക് സമാനമായ വിരോധം സൂക്ഷിക്കുന്ന ഇസ്ലാമിക മതവിഭാഗങ്ങളിലെ വിഭാഗങ്ങൾ തമ്മിൽ എവിടെയാണ് ഐക്യമുണ്ടാവുക? ആരുടേതാണ് ഭരണം? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ഭരണം, ഹുക്കൂമത്തെ ഇലാഹി അഥവാ ഇഖാമത്തുദ്ദീൻ, ഇസ്ലാമിക വിരുദ്ധമാണ്, ആത്മീയതക്കെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, മാനവികതയെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന മഹാപാതകമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയപ്പോൾ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി. കുറച്ചു മുമ്പ് ഇയാളുടെ സ്ഥാപകൻ മൗലാന മൗദൂദി പറഞ്ഞത് ജനാധിപത്യം ഇസ്ലാമിന്റെ പദ്ധതിയിൽപ്പെടുന്ന പതാവലിയല്ല. അങ്ങനെയാ തഹ്രീകെ ആസാദി ഓർ മുസൽമാൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മൗദൂദി സാഹിബിന്റെ. സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും എന്നാണ് അതിന്റെ അർത്ഥം. മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകശ് ഉറുദുവിൽ നിന്ന് മലയാളത്തിലാക്കിയാൽ മൗദൂദി സാഹിബിന്റെ സുപ്രസിദ്ധമായ പുസ്തകത്തിന്റെ തലക്കെട്ട് മലയാളത്തിലേക്ക് ഇങ്ങനെ പറയാം: മുസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളും. സാമ്രാജ്യത്വ അമുസ്ലിമിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യക്കാരനായ അമുസ്ലിമിന്റെ കയ്യിലേക്ക് അധികാരം കൈമാറുന്ന പ്രക്രിയയുടെ പേരാണ് സ്വാതന്ത്ര്യം. ഒരു അമുസ്ലിമിന്റെ കയ്യിൽ നിന്നും മറ്റൊരു മുസ്ലിമിന്റെ കൈകളിലേക്ക് അധികാരം കൈമാറുന്നത് കൊണ്ട് ഇസ്ലാമിനോ മുസൽമാനോ എന്തു ഗുണം? ഇതിനുവേണ്ടി നടത്തുന്ന കോപ്രായങ്ങളെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നിടത്തോളം മോശമായ മറ്റെന്തുണ്ട് പ്രപഞ്ചത്തിൽ? ആരാ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ തലവൻ അബുൽ ഔല മൗദൂദി സാഹിബിന്റെ തഹ്രീകെ ആസാദി ഓർ മുസൽമാൻ, ആ പുസ്തകത്തിലും മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകശ്, മുസ്ലിങ്ങളും സമകാലീന വെല്ലുവിളികളും എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലും അദ്ദേഹം നിലപാട് കൃത്യതയോടെ, ആശയത്തെളിമയോടെ, കൃത്യതയോടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ആയുധം കൊണ്ട് അധികാരം കൈയടക്കാം എന്ന് തീരുമാനിച്ച പ്രസ്ഥാനമാണ്. ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ തടിച്ച പുസ്തകം. അദ്ദേഹത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മൗദൂദി സാഹിബിന്റെ ജിഹാദുൽ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ജിഹാദ് അല്ലെങ്കിൽ ജിഹാദ് ഇസ്ലാമിൽ, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അതിലയാൾ പറയാണ്, 13 കൊല്ലക്കാലം ഖുറൈശി തെമ്മാടികളുടെ ഭീകരമായ പ്രശ്നത്തെയും എതിരാളികളുടെ അക്രമത്തെയും എതിരിട്ട് നബി തിരുമേനി നടത്തിയത് വാക്കുകൊണ്ടുള്ള പ്രബോധനമാണ്. ഫലം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഗഡ്ഗം, വാള് കയ്യിലേന്തി, അത്ഭുതകരമെന്ന് പറയട്ടെ, അള്ളാന്റെ കാരുണ്യത്താൽ ലോകത്തിന്റെ വലിയൊരു ഭാഗം ഈ വാളിനു കീഴെ ഇസ്ലാമിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വാളാണ് വഴി, ആയുധമാണ് അഭയം, ആശയമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ മൗലാന മൗദൂദി സാഹിബ്. ആരാണ് നിങ്ങളുടെ നയം തീരുമാനിക്കുന്നത്? ഇനി ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചാൽ അവിടെ അമുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ്? അമുസ്ലിങ്ങൾക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടാവില്ല. അമുസ്ലിങ്ങളായവർക്ക് ജീവിക്കണമെങ്കിൽ മുസ്ലിം രാജ്യത്ത് പ്രത്യേക നികുതിയടക്കം കൊടുത്ത് പ്രത്യേക അവകാശാധികാരങ്ങൾ പലതും പണയം വെച്ച് അടങ്ങിയൊതുങ്ങി കഴിയണം. മൗലാന മൗദൂദി സാഹിബ് വിശദീകരിക്കുന്ന വാക്ക് ദിമ്മികൾ എന്നാണ്, അമുസ്ലിങ്ങൾ എന്നല്ല. അടിമകൾ എന്ന് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ മലയാളത്തിൽ